മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ബഡ്ജറ്റ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടിപ്സുകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവ ഓരോന്നും ഒന്ന് കണ്ടു നോക്കിയാലോ. ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുമക്കൾ 2-3 പീസ് കഴിച്ചിട്ട് ഇതുപോലെ അധികം വരും. നമ്മൾ ഈ ഒരു രീതി മടക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്കിന് ആ ബിസ്ക്കറ്റ് എല്ലാം സോഫ്റ്റ് ആയിട്ട് തണുത്തു പോകുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ ഒരു രീതി നിങ്ങളൊന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നമ്മൾ ഇതുപോലെ അടച്ചു വെച്ചാൽ പോലും നമ്മൾ എങ്ങനെയാണോ ബിസ്ക്കറ്റ് ആദ്യം കഴിച്ച അതേ ഒരു ക്രിസ്പിനെസ്സിൽ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ഈ പൊട്ടിച്ച ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് ഒരു കണ്ടെയ്നറിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഒരു 2-3 പീസ് അരിമണിയും കൂടെ ആ കൂട്ടത്തിൽ തന്നെ ഒന്ന് ഇട്ട് വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലാണോ ബിസ്ക്കറ്റ് ആദ്യം പൊട്ടിച്ചത് അതേ ക്രിസ്പിനെസ്സിൽ തന്നെ ഇതിരുന്നോളും. നമ്മളെല്ലാവരും ആഴ്ചയിലൊരിക്കലും ഷാമ്പു മുടിയിൽ അപ്ലൈ ചെയ്യുന്നവരാണ്. എന്നാൽ ഷാമ്പു ശരിയായ രീതിയിലാണോ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്തതെന്ന് ഈ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് മുടിക്ക് നല്ലത്. അതിന് പകരം താളിയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഒരിക്കലും ഷാമ്പൂ നമ്മൾ കൈവെള്ളയിൽ എടുത്ത് ഡയറക്റ്റായിട്ട് മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തലയോട്ടിയിലോട്ട് ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യവുമില്ല. നമുക്ക് മുടിയെ പറ്റി പിടിച്ചിരിക്കുന്ന പൊടിയും അഴുക്കും ഒക്കെ ആണല്ലോ മാറ്റി കിട്ടേണ്ടത്. അപ്പോൾ മുടിയിൽ വേണം ഇത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് ഏത് ഷാമ്പു ആണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അത് ആ വെള്ളത്തിലോട്ട് കലക്കി കൊടുക്കുക. ഈ ഒരു രീതി മിക്സ് ചെയ്ത ശേഷം നമ്മൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് കറക്റ്റായിട്ടുള്ള വേ എന്ന് പറയുന്നത്. ഇനിയും കുക്കിംഗ് റേഞ്ചൊക്കെ വെക്കുന്ന ഈ ഒരു ഭാഗത്ത് നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചതുപോലെ ഇരിപ്പുണ്ട്. ഏകദേശം ഒരു 2-3 വീക്കായിട്ട് ഞാനിവിടെ കഴുകാതിരിക്കുകയായിരുന്നു, ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യുന്ന കണ്ടാലോ. പെട്ടെന്ന് തന്നെ നമുക്ക് നീറ്റായിട്ട് ആ മസാലയൊക്കെ പോകുന്ന ഒരു ടിപ്സാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഫ്ലോറിലുണ്ടായിരുന്ന അഴുക്കൊക്കെ ഞാനൊരു ചൂല് ഉപയോഗിച്ചിട്ട് തൂത്ത് കളഞ്ഞ ശേഷം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ആ സൈഡ് വോളിലും തറയിലും എല്ലാം നല്ലതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ സോപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോപ്പ് പൊടിക്ക് പകരം നമ്മൾ കിച്ചൺ ലിക്വിഡ് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞാൻ സോപ്പ് പൊടി മാത്രം ഉപയോഗിച്ചെന്നേ ഉള്ളൂ. 2 ടേബിൾ സ്പൂൺ അളവിൽ വിനെഗറൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇവ 3ഉം കൂടെ ആകുമ്പോൾ നല്ല ഒരു ക്ലീനിങ് ഏജൻ്റാണ്. പെട്ടെന്ന് തന്നെ മസാല മെഴുകൊക്കെ പോയി കിട്ടുകയും ചെയ്യും. ഇനി സ്പ്രേ ബോട്ടിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് നിറച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഈ ബേക്കിംഗ് സോഡയും സോപ്പ് പൊടിയും ഒക്കെ ഒന്ന് നനഞ്ഞ് കിട്ടുകയും വേണം. ഒത്തിരി അങ്ങ് വേണ്ട, ചെറിയ രീതിയിലൊന്ന് നനച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് കഴിയുമ്പോൾ നമ്മൾ കഴുകി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മസാലയൊക്കെ പോയി കിട്ടും. നമുക്ക് ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നും വരികയില്ല. അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇത് കഴുകി എടുക്കുന്നത്. കയ്യിലൊരു ഗ്ലൗസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിലെങ്ങും ആകാതെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇതുപോലെ ഒരു ബ്രഷും അതുപോലെ ഒരു സ്റ്റീൽ വൂളുമാണ് എടുത്തേക്കുന്നത്. ബേക്കിംഗ് സോഡയും വിനെഗറും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് ഡയറക്റ്റ് കഴുകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ചിലർക്ക് ബേക്കിംഗ് സോഡയും വിനെഗറും ഒക്കെ ആകുമ്പോൾ കൈ പുകയാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഈ സൈഡ് വോളും അതുപോലെ തന്നെ ഫ്ലോറും ഒന്ന് ഉരച്ച് കഴുകുകയാണ്. പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും. കാരണം അധികം ബലപ്രയോഗം ഒന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല. നമ്മൾ എത്ര കണ്ട് സൂക്ഷിച്ച് കുക്ക് ചെയ്താലും തറയിലൊക്കെ വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ സൈഡിലൊക്കെ മസാല തെറിച്ച് വീഴും. അപ്പോൾ ഈ സൈഡിലുള്ള ടൈലിലൊക്കെ ഈ മസാലയുടെ ഒരു പാട് കാണും. മാസത്തിൽ ഒരിക്കലൊന്ന് കഴുകി കൊടുത്താൽ മതി ഇതുപോലെ. നമ്മൾ ക്ലീൻ ചെയ്തിട്ട് സൈഡിൽ ഒരു പേപ്പറൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഫ്ലോറിലൊക്കെ മസാല വീഴുന്നത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നീട് ആ പേപ്പർ എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. ഇതുപോലെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റീൽ വൂൾ ഇതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് വെള്ളം ഒന്ന് ഉരച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കൈയൊന്നും വേദന എടുക്കാതെ തന്നെ നമുക്ക് നീറ്റായിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കുക്കിംഗ് റേഞ്ചൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആ പ്ലഗൊക്കെ ഒന്ന് ഊരിയിട്ട് വേണം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ക്ലീൻ ചെയ്യണം. അങ്ങനെ എല്ലാ ഭാഗവും ഞാൻ ഈ ബ്രഷ് ഉപയോഗിച്ച് ഉരച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ച് ഞാൻ കാണിച്ചു തരാം.
ഇനി വെള്ളം ഒഴിച്ച് കഴുകി വേണമെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു വിട്ടാൽ ഒഴുകി പോകാനുള്ള ഒരു അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യാത്തത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കഴുകി എടുക്കാവുന്നതേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് വലിയ പാടൊന്നുമില്ല. നീറ്റായിട്ട് കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് കിച്ചണിലോട്ട് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്യും. മാസത്തിലൊരിക്കലൊക്കെ ഇതുപോലെ ഒരു ഡീറ്റെയിൽ ക്ലീനിങ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫ്ലോറും ആ വോളും ഒക്കെ നല്ല നീറ്റായിട്ടിരിക്കും. മസാലയൊക്കെ ഒരു മാസമൊക്കെ കഴിയുമ്പോഴാണ് പിന്നീട് നമ്മൾ ഒത്തിരി ബലം പ്രയോഗിച്ച് ഉരച്ച് കഴുകേണ്ടി വരുന്നത്. ഡെയിലി നമ്മൾ കുക്കിംഗ് റേഞ്ച് ആണെങ്കിലും സ്റ്റൗ ടോപ്പ് ആണെങ്കിലും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വലിയ മെനക്കേടില്ല. ചിലപ്പോൾ നമുക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കഴുകാനായിട്ട് മടി പിടിച്ച് മാറ്റി വയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിൽ അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ ഇത് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കിയാലോ. ക്ലീൻ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കുക്കിംഗ് റേഞ്ചിൻ്റെ പുറത്തുനിന്ന് ആ സ്റ്റാൻഡ് അങ്ങ് എടുത്ത് മാറ്റുകയാണ്. അതിനുശേഷം നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണല്ലോ. ഇനി നമുക്കിതിൻ്റെ ബർണറും കൂടെ ഒന്ന് നീറ്റാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ബർണറും അതുപോലെ തന്നെ ഒന്ന് ഇളക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷനും കൂടെ നമുക്ക് തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്, ഈ ബർണർ ഒന്ന് കഴുകിയെടുക്കാൻ. ഇനി ബർണർ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കുകയാണ്. ഞാൻ കുറച്ച് വെള്ളമാണ് ഒരു പഴയ പാത്രത്തിലോട്ട് എടുത്ത് വെച്ചേക്കുന്നത്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കുറച്ച് കിച്ചൺ ലിക്വിഡുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സൊല്യൂഷൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബർണർ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുകയാണ്. ബർണർ മുങ്ങി കിടക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം വേണം. ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെളിയൊക്കെ പോയി കിട്ടും. നമ്മൾ ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷനൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ എപ്പോഴും ഒരു പഴയ ഒരു പാത്രം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് തന്നെയാണ് നല്ലത്. ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്നത് കൊണ്ട് പിന്നീട് ആ പാത്രം കുക്ക് ചെയ്യാൻ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് ബെറ്റർ. ഇനി കുക്കിംഗ് റേഞ്ച് നമുക്ക് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടാലോ. കുറച്ച് ബേക്കിംഗ് സോഡയാണ് അതിൻ്റെ പുറത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കിച്ചണിൽ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ലേശം വിനെഗറൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ മൂന്നും നല്ല ഒരു ക്ലീനിങ് ഏജൻ്റാണ്. പെട്ടെന്ന് തന്നെ മെഴുക്കുകളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇവ മൂന്നും ചേർന്ന ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയാൽ തന്നെ പറ്റും. ഈ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനെഗറും കിച്ചൺ ലിക്വിഡും കൂടെ ഒരു സ്പ്രേ ബോട്ടിലോട്ടാക്കി കുറച്ച് വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് വേണമെങ്കിൽ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഞാൻ ബേക്കിംഗ് സോഡയും വിനെഗറും ഒക്കെ ഡയറക്റ്റ് അപ്ലൈ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുക്കിംഗ് റേഞ്ച് ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പ് ഒക്കെ ആകുമ്പോൾ ഒത്തിരി വെള്ളം ഉപയോഗിച്ചിട്ട് അങ്ങ് കഴുകാനായിട്ട് ശ്രമിക്കാതെ ചെറിയൊരു വെള്ളത്തിൽ മാത്രം കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഉരച്ച് കഴുകുന്നത്. ഈ കുക്കിംഗ് റേഞ്ചിൻ്റെ അടപ്പിലാണെങ്കിലും നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. നമ്മൾ മീൻ വറക്കുമ്പോഴും കടുവ് വറക്കുമ്പോഴും ഒക്കെ ഒന്ന് തെറിച്ച് വീഴുന്നതാണ്. കറുപ്പായതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ആ മസാലയൊക്കെ പിടിച്ചിരിക്കുന്നത് കാണാം. ആ ഒരു സെയിം ലിക്വിഡ് തന്നെയാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ ഉൾവശമൊക്കെ തുരുമ്പ് പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി വെള്ളമൊന്നും നമ്മൾ അപ്ലൈ ചെയ്യാതെ തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ ആ സൊല്യൂഷൻ ഒന്ന് അപ്ലൈ ചെയ്തു. ഇനി നനഞ്ഞൊരു തുണി ഉപയോഗിച്ചിട്ടാണ് തുടച്ചെടുക്കുകയും ചെയ്യുന്നത്. കുക്കിംഗ് റേഞ്ചൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്നല്ലോ ബർണർ, അതൊരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയാൽ മതി. അതിനിടയ്ക്കുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ മാറി കിട്ടുകയും ചെയ്യും. ഈ ഒരു രീതി മാസത്തിൽ ഒരിക്കൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുക്കിംഗ് റേഞ്ചൊക്കെ എത്ര നാൾ കഴിഞ്ഞാലും പുതുപുത്തം പോലെ ഇരിക്കുകയും ചെയ്യും. നമ്മുടെ ഗ്യാസ് നല്ല രീതിയിൽ തന്നെ ലാഭിക്കാനും സാധിക്കും. ബർണറിനകത്തൊക്കെ അഴുക്ക് കയറുമ്പോഴാണ് ഫ്ലെയിം നല്ല രീതിയിൽ കിട്ടാത്തത്. 1 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ കുക്ക് ചെയ്യേണ്ട സാധനം നമ്മൾ 2 മണിക്കൂറൊക്കെ എടുത്ത് വേണമായിരിക്കും കുക്ക് ചെയ്തെടുക്കാൻ. അപ്പം നമ്മുടെ ഗ്യാസിന് വളരെയധികം നഷ്ടം സംഭവിക്കുകയും ചെയ്യും. ഇതിനകത്തൊക്കെ ഒട്ടും തന്നെ വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമ്മൾ ബർണർ ഇട്ട് കൊടുക്കാനായിട്ട്. ടിഷ്യൂ ഉപയോഗിച്ചിട്ട് അതിനുള്ളിലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കേണ്ടതാണ്. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇരുന്നാൽ പെട്ടെന്ന് തുരുമ്പടിക്കുകയും ചെയ്യും.
കുറേ ദിവസം കൂടിയിരുന്ന് കുക്കിംഗ് റേഞ്ച് ആണെങ്കിലും സ്റ്റൗ ടോപ്പൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബേക്കിംഗ് സോഡയും ഈ വിനെഗറും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് നോക്കിക്കേ. പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ തന്നെയാകും. ഈ ഒരു രീതിയിൽ കറുത്തിട്ടുള്ള വെള്ളി പാദസരങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ മാറ്റി വെക്കും, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കൊടുത്ത് പോളിഷ് ചെയ്യുകയാണല്ലോ പതിവ്. എന്നാൽ വീട്ടിൽ തന്നെ നമുക്കിതൊന്ന് വെളുപ്പിച്ചെടുത്താലോ? അതിനുള്ളൊരു മെത്തേഡാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ ഈ കൊലുസ് വെളുപ്പിച്ചെടുക്കുന്നത്. അതിനൊരു സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കണം. കണ്ടു നോക്കിയാലോ? ചെറിയ നെല്ലിക്ക വലുപ്പമുള്ള ഒരു കഷ്ണം പുളിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. വാളംപുളി നല്ലതുപോലെ പിഴിഞ്ഞ് നമുക്കതിൻ്റെ നീരെടുക്കേണ്ടതുണ്ട്. പുളി പിഴിഞ്ഞിട്ടുള്ള ആ വെള്ളം മാത്രമാണ് എടുത്തേക്കുന്നത്. ആ കറുത്ത പോർഷൻ ഞാനെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി ഒരു ലേശം മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഈ പാദസരങ്ങൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഇതേ രീതിയിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ കൊലുസ് ഈ പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. കുറച്ച് കിച്ചൺ ലിക്വിഡ് മറ്റൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ കിച്ചൺ ലിക്വിഡിൽ മുക്കിയിട്ട് ഇതൊന്ന് ഉരച്ച് കഴുകിയെടുത്താൽ നല്ല പോലെ വെട്ടി തിളങ്ങുന്ന പോലെയാകും കൊലുസ്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ നിറം മങ്ങിയ കൊലുസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക. നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കണ്ടോ? ആ ഒരു പഴയ കറുപ്പ് നിറമൊക്കെ മാറിയിട്ട് വെളുത്ത് വരുന്നത് കണ്ടോ? അതിനുശേഷം നല്ലതുപോലെ നല്ല തണുത്ത വെള്ളത്തിൽ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ആ കറുത്ത കൊലുസിൻ്റെ നിറമൊക്കെ മാറിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ കൊലുസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നത് തന്നെയാണ്. അരിയുടെ പാക്കൊക്കെ ഇതുപോലെ നമ്മൾ പുതുതായിട്ട് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ സ്ട്രിങ് ഉണ്ടല്ലോ, നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സ്ട്രിങ് റിമൂവ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. നമ്മൾ ആരും അത് ശ്രദ്ധിക്കാറില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് കത്രിക ഉപയോഗിച്ച് മുറിച്ചാണല്ലോ ഇത് ഓപ്പൺ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ സ്ട്രിങ് അഴിച്ചു മാറ്റാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു വേ ആണ് നിങ്ങളുമായിട്ട് ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്രയ്ക്ക് ഈസി ആയിരുന്നു, ഇത്രയും നാൾ ഇത് അറിയാതെ പോയത് നഷ്ടമായല്ലോ എന്ന്. അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള നല്ല ഒരു ടിപ്സ് കണ്ടു നോക്കിയാലോ? ഈ അരിച്ചാക്കിൻ്റെ 2 സൈഡിലും ഇതുപോലെ നൂല് തൂങ്ങിക്കിടപ്പുണ്ട്. എന്നാൽ കറക്റ്റായിട്ടുള്ള വശത്തുനിന്ന് നമ്മൾ അഴിച്ചാൽ മാത്രമേ നമുക്കിത് അഴിച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മൾ പാക്കറ്റ് എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ വലതുവശത്തുള്ള ആ ഒരു സ്ട്രിങ് ആണ് ഇതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ അഴിക്കേണ്ട പോർഷൻ എന്ന് പറയുന്നത്. അവിടെയുള്ള ആ ഒരു സ്ട്രിങ് ചെറുതായിട്ടൊന്ന് അഴിച്ചു കൊടുക്കണം. ചെറുതായിട്ടൊന്ന് കുരുക്കിയിട്ടേക്കുകയാണത്. ഏത് സൈഡിൽ നിന്നുള്ള കുരുക്കാണ് നമ്മൾ അഴിക്കേണ്ടതെന്ന് മനസ്സിൽ വെച്ചിരുന്നത് പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. 2 സ്ട്രിങ് ആയിട്ടാണ് അത് കുരുക്കിയിട്ടേക്കുന്നത്. ആദ്യത്തെ ഒരു പോർഷനാണ് ഞാനിപ്പോൾ അഴിച്ചെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ അഴിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. 2 സ്റ്റിച്ച് ഉണ്ട് ഈ അരിച്ചാക്കിന്. ഞാൻ ആദ്യത്തേത് റിമൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ നമുക്ക് എൻഡിങ്ങിൽ വരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത ഒരു സ്ട്രിങ്ങും കൂടെ ഇതുപോലെ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. അതും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കുരുക്കഴിച്ചു കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് അതും റിമൂവ് ചെയ്തെടുത്ത് മാറ്റാവുന്നതാണ്. പലപ്പോഴും നമ്മൾ ആരും ഇതിനു വേണ്ടിയിട്ട് മെനക്കെടാറില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആ വലതുവശത്തുള്ള 2 സ്ട്രിങ്ങും ഒന്ന് അഴിച്ചു കെടുത്താൽ ഈസി ആയിട്ട് നമുക്ക് അരിച്ചാക്കാണെങ്കിലും ഇതുപോലെയുള്ള ഏതൊരു സാധനങ്ങളും ലോക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിലും നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് ഞാൻ കത്രികയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ അരിച്ചാക്ക് തുറന്നത് കണ്ടോ? ഇതുപോലെ ഇനി നിങ്ങൾ അരിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വലിയ പാടൊന്നുമില്ല. പീനട്ടൊക്കെ നമുക്ക് ഡെയിലി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. നല്ല കൊളസ്ട്രോളിനെയൊക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പീനട്ട് ഒരു ചെറിയ അളവിൽ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് തന്നെ നല്ലതാണ്. എന്നാൽ അത് വറുത്ത് കഴിക്കുന്ന രീതിക്കൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഓയിലിട്ട് വറക്കാതെ ഈ ഒരു രീതിയിലൊന്ന് വറുത്ത് കഴിക്കുന്നത് നല്ലത് തന്നെ. പീനട്ട് വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്.
ഉപ്പിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാൻ 1 കപ്പ് അളവിൽ ഉപ്പ് എടുത്തിട്ടുണ്ട്. നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയുമാണ് എടുത്തേക്കുന്നത്. ഉപ്പ് നല്ല ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നപ്പോഴത്തേക്കിന് പീനട്ടും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഉപ്പ് ഉപയോഗിച്ച് പീനട്ട് വറുത്തത് കൊണ്ട് ഇത് വറുത്ത് കഴിയുമ്പോൾ ഉപ്പ് കൂടി പോകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ഉപ്പൊക്കെ കാണുകയുള്ളൂ. നമ്മൾ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുന്നതിനെക്കാട്ടി വളരെ ഹെൽത്തിയാണ് ഇതുപോലെ പീനട്ട് വറുത്തെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ റോ ആയിട്ട് പീനട്ട് വാങ്ങിച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ കേടായി പോകും. ഈ ഒരു രീതി നമ്മൾ വറുത്ത് വെച്ചാൽ തന്നെ കേടായി പോവുകയുമില്ല. പീനട്ട് പോലെ തന്നെ നമുക്ക് കാഷ്യൂനട്ടും ഈ ഒരു രീതിയിൽ തന്നെ വറുത്ത് വയ്ക്കാവുന്നതാണ്. റോ ആയിട്ട് വാങ്ങിച്ച് വെക്കുമ്പോഴാണ് ഇവയെല്ലാം പെട്ടെന്ന് തന്നെ കേടാകുന്നത്. കാഷ്യൂനട്ട് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉപ്പിനകത്തിട്ട് വറുത്ത് വയ്ക്കുകയാണെങ്കിൽ കേടാകാതെ അധികം നാൾ ഉപയോഗിക്കാം. കശുവണ്ടി ആണെങ്കിലും പീനട്ട് ആണെങ്കിലും നമ്മൾ റോസ്റ്റഡ് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ലൊരു വില കൊടുക്കേണ്ടി വരും. എന്നാൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഈ ഒരു മെത്തേഡൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാശൊക്കെ ലാഭിക്കാവുന്നത് തന്നെയാണ്. നമുക്ക് ആവശ്യത്തിനുള്ളത് വറുത്ത് വെച്ചാലും മതിയല്ലോ. വറുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും ചെയ്യാം. നമ്മൾ ചട്നിയൊക്കെ അരയ്ക്കുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ ദോശയൊക്കെ തയ്യാറാക്കുന്ന സമയത്തും ഈ പീനട്ട് ചേർത്ത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ചട്നിയിലൊക്കെ തേങ്ങയുടെ അളവ് കുറച്ചിട്ട് ഈ പീനട്ടൊക്കെ ചേർത്ത് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി തന്നെയല്ലേ. അതുപോലെ തന്നെ ദോശയൊക്കെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുറച്ച് പീനട്ടും കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ദോശ തയ്യാറാക്കിയെടുക്കാം. പീനട്ടൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ റോ ആയിട്ട് സൂക്ഷിക്കുന്നതിനെക്കാട്ടി വളരെയധികം നല്ലത് തന്നെയാണ് ഇങ്ങനെ വറുത്ത് വയ്ക്കുന്നത്. വറുത്ത് തൊലി കളഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഏറെ നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കറക്റ്റായിട്ട് മൂത്തോന്നറിയാൻ ഒരു പീസ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി ഊർന്നു പോകുന്നുണ്ടെങ്കിൽ കറക്റ്റ് പരുവാണ്. ഇനി ഇതിൻ്റെ ഉപ്പ് ഈ ഒരു രീതിയിലാണ് ഞാൻ മാറ്റിയെടുക്കുന്നത്. നമ്മൾ സ്നാക്സൊക്കെ എടുക്കുന്ന ഈ ഒരു അരിപ്പയുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഇങ്ങനെയൊന്ന് കോരി കൊടുത്തൊന്ന് കുടഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഉപ്പെല്ലാം കറക്റ്റായിട്ട് തന്നെ താഴെ പൊക്കോളും. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പീനട്ട് ഈ ഉപ്പിൽ നിന്ന് വേർതിരിച്ചെടുക്കാനും സാധിക്കും. ഇങ്ങനെ ഒരു തവി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കിഴുത്ത പാത്രത്തിലോട്ട് പീനട്ട് എല്ലാം കൂടെ വാരി വെച്ചിട്ട് നമ്മളൊന്ന് കുലുക്കി കൊടുത്താലും ഉപ്പെല്ലാം താഴോട്ട് പോകുന്നതാണ്. ഈ വറുത്തെടുത്ത ഉപ്പിനകത്ത് ചിലപ്പോൾ പീനട്ടിൻ്റെ തൊലിയൊക്കെ കാണാം. അത് നമ്മൾ മുറത്തിലിട്ടൊന്ന് പാറ്റി വയ്ക്കുകയാണെങ്കിൽ ആ തൊലിയൊക്കെ പോവുകയും ചെയ്യും. പിന്നീട് നമ്മൾ പീനട്ട് വാങ്ങിക്കുമ്പോൾ ഈ ഉപ്പ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ സൂക്ഷിച്ചു വെച്ചിരുന്നാൽ. ഇനി വറുത്ത് വെച്ച പീനട്ട് നമുക്ക് വേറൊരു രീതിയിലും തയ്യാറാക്കി വെക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഞാൻ കുറച്ച് പീനട്ട് ബട്ടറും കൂടെ തയ്യാറാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അത് ചോക്ലേറ്റ് ചേർത്താണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആവശ്യമുണ്ട്. ഒരു 2 പാക്കറ്റോളം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു 20 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് ആയിരുന്നു. അങ്ങനെ 2 പാക്കറ്റോളം ഞാൻ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ്, അധികം മധുരമില്ലാത്ത ചോക്ലേറ്റ് ആണിത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിന് മുകളിലോട്ട് നമ്മൾ ചോക്ലേറ്റ് കട്ട് ചെയ്തത് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി ഇതൊന്ന് ഉരുക്കിയെടുക്കേണ്ടതുണ്ട്. ഈ ഒരു രീതി നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുറേ നാൾ ഇരിക്കുകയും ചെയ്യും. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ബ്രെഡിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ ഇതൊന്ന് പുരട്ടി കൊടുത്തു വിടുകയും ചെയ്യാം. ഈ ചോക്ലേറ്റിന് അധികം കളറില്ലാത്തത് കൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന ചോക്ലേറ്റ് നല്ല ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അധികം കളർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം. ബട്ടറിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടർ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് ബട്ടർ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ബട്ടർ ഒന്ന് ഉരുകി കിട്ടുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ ചോക്ലേറ്റ് ഉരുകി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ബട്ടറോടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ അത് ലൂസായിട്ട് തന്നെ ഇരുന്നോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ആറി കഴിയുമ്പോൾ വീണ്ടും കട്ട പിടിക്കുന്നത് പോലെ ആയി കിട്ടും. നമുക്കൊരു ലൂസ് പരുവത്തിൽ വേണം ഈ ബാറ്റർ ചോക്ലേറ്റിൻ്റേത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ.
ബട്ടറും എല്ലാം ഉരുകി അതുപോലെ തന്നെ ചോക്ലേറ്റ് ഉരുകി നല്ല മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ചോക്ലേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കൊക്കോ പൗഡർ മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ്. നമ്മൾ ഉപ്പിനകത്തുനിന്ന് പീനട്ട് എങ്ങനെയാണോ വേർതിരിച്ചെടുത്തത് ആ ഒരു മെത്തേഡിൽ തന്നെ ഇതിൻ്റെ തൊലിയും കളഞ്ഞെടുക്കാവുന്നതാണ്. അരിപ്പയിലോട്ടിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് തോലെല്ലാം താഴോട്ട് പോന്നോളും. അല്ലാതെ നമ്മൾ മുറത്തിൽ വെച്ച് പാറ്റിയെടുക്കുമ്പോൾ അവിടെ എല്ലാം അതിൻ്റെ തൊലി ചെതറി വീഴുകയല്ലേ ഉള്ളൂ. ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ തൊലി കളയാൻ സാധിക്കും. പീനട്ടെല്ലാം വറുത്ത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പീനട്ട് ഈ ഒരു രീതി വറുത്ത് വെക്കുകയാണെങ്കിൽ ഏറെ നാൾ നമുക്ക് സൂക്ഷിക്കാവുന്നത് കൊണ്ട് ഞാനൊരു 500 ഗ്രാം അളവിൽ പീനട്ട് എടുത്തായിരുന്നു. നമുക്കൊരു 2 കപ്പ് പീനട്ട് മതി ഇനി പീനട്ട് ബട്ടർ തയ്യാറാക്കിയെടുക്കാൻ. പീനട്ടൊക്കെ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലത് തന്നെയാണല്ലോ. ഈ ഒരു രീതി വറുത്ത് വെച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ ഒന്നും കൂടുമെന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ല കൊളസ്ട്രോൾ മാത്രമേ ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകുകയുള്ളൂ. ഇനി 2 കപ്പ് അളവിൽ പീനട്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അവ നിർത്തി നമ്മളൊന്ന് പൾസ് ചെയ്തെടുക്കണം. പീനട്ട് എന്ന് പറയുമ്പോൾ ഓയിലുണ്ട്. നമ്മൾ സ്പീഡ് കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കുഴഞ്ഞു പോകത്തേ ഉള്ളൂ. ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. പൾസ് ബട്ടൺ ഉപയോഗിച്ച് നിർത്തി ഒന്ന് പൊടിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. രണ്ട് കപ്പ് അളവിലെടുത്തിട്ട് ബാക്കിയുള്ളത് എയർ ടൈറ്റ് ആയിട്ടൊരു കണ്ടെയ്നറിലാണ് സൂക്ഷിക്കുന്നത്. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഏത് കാര്യത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നതായതുകൊണ്ട് നമുക്ക് ചട്നിയിലാണെങ്കിലും ദോശയിലാണെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. പീനട്ടൊക്കെ വറുത്ത ശേഷം നമ്മൾ പൊടിച്ചു വെക്കുകയാണെങ്കിൽ പാലിനകത്തൊക്കെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. മെലിഞ്ഞുണങ്ങിയ കുട്ടികൾക്കൊക്കെ ഇതുപോലെ പാലിനകത്തൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ ആരോഗ്യം വെക്കുകയും വണ്ണം വെക്കുകയും ഒക്കെ ചെയ്യും. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്ത ചോക്ലേറ്റിന് അധികം മധുരമില്ലായിരുന്നു, അതുകൊണ്ടാണ് ആ ഒരളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന ചോക്ലേറ്റിന് മധുരം ഉള്ളതാണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നിർത്തി പൾസ് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടിയത്. ഈ ഒരു രീതി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നിർത്തി പൊടിക്കണം. മിക്സിയുടെ ജാറ് ചൂടാകാതെ തന്നെ നമ്മളിത് ചെയ്തെടുക്കുകയും വേണം. ചൂടാകുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് പിന്നെ പൊടിച്ചു കൊടുത്താലും മതി. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, ആ ബട്ടർ ചേർന്നിട്ടുള്ള ചൂടൊക്കെ ആറി നല്ലതുപോലെ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇനി അവ നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. വേറെ ഓയിലും ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അളവിൽ നമ്മൾ ചേർത്ത് കൊടുത്ത കറക്റ്റ് പരുവമാണ്. നമ്മൾ എടുത്തു വെച്ചിരുന്ന പീനട്ടും അതുപോലെ തന്നെ നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ബട്ടറും എല്ലാം കറക്റ്റ് അളവിൽ തന്നെയാണ് എടുത്തു വെച്ചിരുന്നത്. അത് കറക്റ്റായിട്ട് അടിച്ചെടുക്കുകയും ചെയ്തു. ഈ ഒരു ലൂസായിട്ടാണ് എടുത്തേക്കുന്നത്. ഒത്തിരി ടൈറ്റുമല്ല ഒത്തിരി ലൂസും അല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് പീനട്ട് ബട്ടർ തയ്യാറാക്കി എടുക്കാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ന്യൂട്രലയുടെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് പീനട്ട് ബട്ടറും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. നാച്ചുറലായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. നമ്മൾ ഈ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ചോക്ലേറ്റ് പീനട്ട് ബട്ടർ അനേക ദിവസം പുറത്തിരുന്നോളും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കെയറായിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. പൊടിച്ചെടുക്കാനെടുക്കുന്ന മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ജാറിലാണെങ്കിലും നല്ലതുപോലെ വെള്ളമൊക്കെ തുടച്ച് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ട് വേണം ഒഴിച്ചു വയ്ക്കാൻ. പിന്നീട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കുന്ന സമയത്താണെങ്കിലും അതിലോട്ടിടുന്ന സ്പൂണും നല്ലതുപോലെ ഡ്രൈ ആയിരിക്കണം. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നമ്മൾ കെയറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് കേടുകൂടാതെ ഇത് സൂക്ഷിക്കാനും ഉപയോഗിക്കാനും പറ്റും. ബട്ടർ ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ നമുക്ക് ചേർക്കാവുന്നതാണ്. ഒരിക്കലും കോക്കനട്ട് ഓയിൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കരുത്.
പീനട്ട് അരയ്ക്കുമ്പോൾ അത്യാവശ്യം ഓയിലുണ്ട്, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. തികച്ചും ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് പീനട്ട് ബട്ടറാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്. ഇനി ഞാനൊരു ബ്രെഡിലോട്ട് സ്പ്രെഡ് ചെയ്ത് കാണിച്ചു തരാം. നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒത്തിരി ടൈറ്റുമല്ല, എന്നാൽ ഒത്തിരി ലൂസും അല്ലാത്ത രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയെടുത്തത്. നമുക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ബട്ടറൊക്കെ ചേർത്ത് കൊടുത്താൽ കറക്റ്റ് പരുവത്തിൽ കിട്ടും. നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാതെ അതൊന്ന് ഉരുക്കി ചൂടാറിച്ച ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ആ ഒരു പരിധി നമ്മൾ ബട്ടറൊക്കെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ഇത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ മക്കൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ വളരെ എളുപ്പമല്ലേ. ബ്രെഡിനകത്തോ ബണ്ണിനകത്തോ അതുപോലെ തന്നെ ചപ്പാത്തിക്കകത്തോ ഒക്കെ വെച്ച് നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാവുന്നത് തന്നെയല്ലേ. നമ്മളൊന്ന് മെനക്കെടുകയാണെങ്കിൽ യാതൊരുവിധമായ പ്രിസർവേറ്റീവ്സും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചോക്ലേറ്റ് പീനട്ട് ബട്ടറൊക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിനാണെങ്കിലും ഇത് തന്നെയാണ് വളരെ നല്ലത്. ഇവിടെ ഞാൻ ചോക്ലേറ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചോക്ലേറ്റ് പീനട്ട് ബട്ടറായിട്ട് തയ്യാറാക്കി എടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ പീനട്ട് മാത്രം അരച്ചെടുത്താൽ മതി. ഏതെങ്കിലും റിഫൈൻ ഓയിൽ മാത്രം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും പറ്റും, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനും പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ചോക്ലേറ്റ് പീനട്ട് ബട്ടറൊക്കെ നമുക്ക് നിഷ്പ്രയാസം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ചെറിയ രീതിയിലൊന്നും മെനക്കെടണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. ഈ ഒരു രീതിയിലൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുകയും ചെയ്യും. നമുക്ക് കാശ് വളരെയധികം ലാഭിക്കാനും സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഉപകാരപ്രദമാകും നിങ്ങൾക്ക്. വാഷിംഗ് മെഷീനകത്തൊക്കെ നമ്മൾ തുണി വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന സമയത്താണെങ്കിൽ ആകെ കൂടെ കുരുങ്ങി പിടിഞ്ഞ ഒരു രീതിയിലാണ് നമുക്ക് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തുണി കിട്ടുന്നത്. എന്നാൽ ഈ ഒരു രീതി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ കുരുങ്ങാതെ നമുക്ക് തുണി ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഈ ഒരു ടിപ്സ് വളരെയധികം ഉപകാരപ്രദമായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ കേടാവുകയോ ഒന്നുമില്ല. ധൈര്യത്തോടു കൂടെ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് തന്നെ. വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണിയൊക്കെ കഴുകിയ ശേഷം കുറച്ച് നേരം അതൊന്ന് തുറന്ന് വെക്കണം. അടഞ്ഞിരിക്കുമ്പോൾ ആ സോപ്പ് പൊടിയുടെയും തുണിയുടെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകും. തുണി വാഷ് ചെയ്ത ശേഷം കുറച്ച് നേരം ഒന്ന് തുറന്ന് വെക്കുന്നത് നല്ലതാണ്. കഴുകാനുള്ള തുണിയെല്ലാം ഞാൻ വാഷിംഗ് മെഷീനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിടാതെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 3 പ്ലാസ്റ്റിക് കവറാണ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് തുണി ഇട്ട ശേഷം ഒരു കവർ ഇട്ട് കൊടുക്കും. നമ്മൾ സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് കുറച്ച് തുണി ഇട്ടിട്ട് വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവർ ഇടും. അങ്ങനെ കുറച്ച് തുണിയുടെ ഇടയ്ക്കാണ് ഈ 3 പ്ലാസ്റ്റിക് കവർ ഞാൻ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആവശ്യമുള്ള സോപ്പ് പൊടിയൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യുന്നത് പോലെ നോർമലായിട്ട് എങ്ങനെയാണോ നമ്മൾ തുണി വാഷ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ വാഷ് ചെയ്തെടുത്താൽ മതി. കവർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തത് കൊണ്ട് കവർ കീറി പോവുകയോ അത് പൊടിഞ്ഞ് ഈ ഉടുപ്പയിലൊക്കെ പിടിക്കുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. അങ്ങനെ ഒന്നും സംഭവിക്കാതെ തന്നെ നമുക്കിത് ക്ലീനാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കവറൂടെ നമ്മൾ വാഷിംഗ് മെഷീനകത്തോട്ട് ഇട്ട് കഴിയുമ്പോൾ ഇവയെല്ലാം കൂടെ ഓണാക്കി കഴിയുമ്പോൾ സ്റ്റക്കാകുമെന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെ മെഷീൻ കേടാകാനുള്ള ചാൻസ് കൂടുതലായിരിക്കുമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല. ഇത് കഴുകി കഴിയുമ്പോൾ ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. തുണിയെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുകയാണ്. ഓരോ തുണിയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും. ഒന്നും കുരുങ്ങി പിടിച്ച് കിടപ്പൊന്നുമില്ല. കൈയൊക്കെ വേദനയുള്ളവർക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കുരുങ്ങി പിടിച്ച് കിടക്കുമ്പോൾ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. എന്നാൽ ഇങ്ങനെ ചെയ്താൽ ഒരു ബുദ്ധിമുട്ടുമില്ല. കുറച്ചധികം തുണിയൊക്കെ നമ്മൾക്ക് കഴുകാനുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഷർട്ട്, ഫുൾ കയ്യനായിട്ടുള്ള ചുരിദാർ അങ്ങനെയുള്ളതൊക്കെ ഇടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഫുൾ കയ്യൻ ഷർട്ടും ഫുൾ കയ്യൻ ചുരിദാറും ഒക്കെ ആവുമ്പോഴാണ് പെട്ടെന്ന് കുരുങ്ങി പിടിച്ചിട്ട് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ട്. നിത്യജീവിതത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല കുറച്ച് ടിപ്സുകൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചത്. ഇതിലടങ്ങിയിരിക്കുന്ന ഓരോ ടിപ്സുകളും അതുപോലെ തന്നെ തയ്യാറാക്കിയ ചോക്ലേറ്റ് പീനട്ട് ബട്ടറും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ ബഡ്ജറ്റ് ഒക്കെ വളരെയധികം സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പല കാര്യങ്ങളും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടണം. താങ്ക്സ് ഫോർ വാച്ചിങ്.